ഫിലിം ഗാരേജിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. അങ്ങനെ കുറച്ചേറെ നാളുകൾക്ക് ശേഷം മഞ്ഞുമൽ ബോയ്സിന്റെ കൃത്യമായ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ, അതും എല്ലാ മേഖലകളിൽ നിന്നും ഇപ്പോഴത്തെ കൃത്യമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ, ഓവർസീസ് കളക്ഷൻ, റെസ്റ്റ് ഓഫ് ഇന്ത്യ, തമിഴ്നാട് ഉൾപ്പെടെയുള്ള കളക്ഷൻ, ഒപ്പം തന്നെ വേൾഡ് വൈഡ് കൃത്യമായ കളക്ഷൻ എല്ലാം തന്നെ പുറത്തു വരുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് അടുത്തൊരു വമ്പൻ നേട്ടത്തിലേക്ക് കൂടി ബോക്സ് ഓഫീസിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യമേ കേരള ബോക്സ് ഓഫീസിലേക്ക് വരികയാണെങ്കിൽ 49,50,17 ദിവസങ്ങൾ കൊണ്ട് കളക്ഷൻ നേടിയെടുത്ത സിനിമ വൻ തരംഗമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 33 കോടി രൂപയാണ് ഇതുവരെ ഗ്രോസ് കളക്ഷൻ ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള കേരളത്തിന് പുറമെയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തന്നെ നേടിയെടുത്തിരിക്കുന്നത് 43 കോടി 10 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 90 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ഓവർസീസ് കളക്ഷൻ കൂടി അല്പസമയം മുന്നേ കൃത്യമായിട്ട് പുറത്തു വന്നപ്പോൾ 6.5 മില്യൺ ഓവർസീസ് ഡോളേഴ്സിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 54 കോടി രൂപ ഗ്രോസ് കളക്ഷൻ. അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷൻ 17 ദിവസങ്ങൾ കൊണ്ട് 146 കോടി 60 ലക്ഷം ഗ്രോസ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതായത് പ്രതീക്ഷിച്ചതിനേക്കാൾ വമ്പൻ കളക്ഷൻ വർധന സിനിമയ്ക്ക് 17 ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ചു എന്നർത്ഥം. 146 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ടതോടെ മഞ്ഞുമൽ ബോയ്സ് ബോക്സ് ഓഫീസിൽ അടുത്തൊരു വമ്പൻ നേട്ടം കൂടി നേടിയെടുത്തിരിക്കുകയാണ്. ഒരു മലയാളം സിനിമയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന രണ്ടാമത്തെ സിനിമയായിട്ട് മഞ്ഞുമൽ ബോയ്സ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ മാറിയിരിക്കുകയാണ്. 2016 മോളിവുഡിന് ആദ്യമായിട്ട് 100 കോടി കാണിച്ചു തന്ന പുലിമുരുകൻ എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനാണ് ഇന്നലത്തെ കളക്ഷനോടെ മഞ്ഞുമൽ ബോയ്സ് മറികടന്നിരിക്കുന്നത്. ലാലേട്ടിന്റെ വൈശാഖ സംവിധാനം ചെയ്ത സിനിമ 144 കോടി വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആയിരുന്നു 2016 നേടിയെടുത്തത്. പുലിമുരുകൻ 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ 7ാം വാർഷിക വേളയിലായിരുന്നു 2018 കഴിഞ്ഞ വർഷം ആ കളക്ഷൻ മറികടന്നത്. ഇപ്പോഴത്തെ 8ാം വാർഷിക വേളയിൽ മഞ്ഞുമൽ ബോയ്സിനും കൂടി ആ കളക്ഷൻ മറികടക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 2017 ഒരു പ്രമുഖ സിനിമ മാർച്ച് മാസം തിയേറ്ററുകളിലേക്ക് എത്തി പോസിറ്റീവ് നേടിയെടുത്തത് മുതൽ നമ്മുടെ മലയാളികൾക്കിടയിൽ മുടങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമായിരുന്നു മുരുക നീ തീർന്നട എന്ന്. എന്നാൽ പിന്നീട് ഒട്ടനേകം സിനിമകൾ ആ പ്രമുഖ നടന്റെ പോസിറ്റീവ് വന്നിട്ടും മുരുകനെ തീർക്കാനായിട്ട് കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ ആ പ്രമുഖ നടന് സാധിക്കാത്തത് നമ്മുടെ മോളിവുഡിലെ പിള്ളേർക്ക് സാധിച്ചിരിക്കുകയാണ്. ഇനി ആ പ്രമുഖ നടൻ എപ്പോൾ ആ ഒരു നേട്ടം നേടിയെടുക്കും, മുരുകനെ തീർക്കും, ഒപ്പം തന്നെ ആരാധകരുടെ ആഗ്രഹം സഫലമാക്കും എന്നൊക്കെയാണ് നാം ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2-3 വീഡിയോകൾ ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ട്. പക്ഷേ ആരാധകരുടെ കമന്റ് ബോക്സിലെ നിരാശാജനകമായ കമന്റുകൾ ഓർത്ത്, അവരുടെ വിഷമം ഓർത്ത് നിലവിൽ ആ വീഡിയോകളെല്ലാം തന്നെ നാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾക്ക്.